ഇന്ന് നമുക്ക് കോട്ട സാരീസിൻ്റെ ഒരു വീഡിയോയാണ്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കോട്ട സാരീസിൽ നല്ല ഡിസൈൻസ് ഒക്കെയാണ് വന്നിരിക്കുന്നത് കേട്ടോ. നല്ല ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ, സ്റ്റാർച്ച് ചെയ്ത് ഉപയോഗിക്കേണ്ട സാരീസ് അല്ല, സ്റ്റാർച്ച് ചെയ്യേണ്ട ആവശ്യമില്ല, അല്ലാതെ ഉപയോഗിക്കാവുന്ന സാരീസാണ്. അതിൻ്റെ റേറ്റ് വരുന്ന 1480 ഡിഫറെൻറ്റ് കളേഴ്സ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഏതെങ്കിലും പീസസ് പർച്ചേസ് ചെയ്യണമെങ്കിൽ ഒന്നെങ്കിൽ നമ്മുടെ വെബ്സൈറ്റ് ത്രൂ പർച്ചേസ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ വാട്സപ്പ് ത്രൂ പർച്ചേസ് ചെയ്യാം. അപ്പോൾ നമുക്ക് നോക്കാം ഇന്ന് വന്നിരിക്കുന്ന കളേഴ്സ് ഏതൊക്കെയാണെന്ന്. ഫസ്റ്റ് വരുന്നത് നല്ലൊരു റെഡിഷ് മെറൂൺ, അങ്ങനെ ഒരു ടോണാട്ടോ. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കളറും ബ്യൂട്ടിഫുൾ ഡിസൈനുമാണ്. നമുക്ക് സ്റ്റാർച്ച് ചെയ്യേണ്ടതൊന്നും ആവശ്യമില്ല. ഇതങ്ങനെ ട്രാൻസ്പെറൻ്റ് അല്ല കേട്ടോ. കോട്ട എന്ന് പറയുമ്പോൾ നമുക്ക് അങ്ങനെ തോന്നും, പക്ഷേ അതിങ്ങനെ ട്രാൻസ്പെറൻ്റ് അല്ല. പിന്നെ സ്റ്റാർച്ച് ചെയ്യണം എന്നുള്ളവർക്ക് ചെറുതായിട്ടൊന്ന് സ്റ്റാർച്ച് ചെയ്താൽ ഒരു ചെറിയ സ്റ്റിഫ്നെസ് കിട്ടുകയും ചെയ്യും. അങ്ങനെ സ്റ്റാർച്ച് ചെയ്യണം എന്ന് ആഗ്രഹമുള്ളവർ മാത്രം ചെയ്താൽ മതി, അല്ലെങ്കിൽ സ്റ്റാർച്ച് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിൻ്റെ മുന്താണി വരുമ്പോൾ ഇതാണ് അതിൻ്റെ മുന്താണി വരുന്നത്. 1480 ഇതിൻ്റെ റേറ്റ് വരുന്നത്. മുന്താണി ഇങ്ങനെ വരും. ഇതിനകത്ത് ബ്ലൗസ് വരുമ്പോൾ ഇതേപോലെ പ്രിൻ്റഡ് ആയിട്ടുള്ള ബ്ലൗസാട്ടോ വരണേ. ഇതേപോലെ പ്രിൻ്റഡ് ബ്ലൗസാണ് വരുന്നത്. ഇനി നമുക്ക് പ്രിൻ്റഡ് ബ്ലൗസ് താല്പര്യമുണ്ടെങ്കിൽ ഈ ഷെയ്ഡൊക്കെ സാരി എടുക്കുന്ന എല്ലാവരുടെയും കയ്യിൽ കാണുന്ന ഒരു ബ്ലൗസിൻ്റെ കളറായിരിക്കും ഈ ഒരു റെഡിഷ് മെറൂണൊക്കെ. പ്ലെയിൻ ബ്ലൗസ് ഇടണമെങ്കിൽ അങ്ങനെ നമുക്ക് ചെയ്യാം. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നല്ല ലൈറ്റ് വെയിറ്റ് ആണ്, എടുക്കാൻ നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള സാരീസാണ് കേട്ടോ. ഇത് സാരി നമ്പർ 1. അപ്പോൾ സെയിം കളറിലൊക്കെ വേറെ വേറെ ഡിസൈൻസ് വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് എല്ലാത്തിനും നമ്പർ കൊടുത്തിട്ടുണ്ട്. സാരി നമ്പർ 1 1480. അടുത്തത് വരുന്നത് സാരി നമ്പർ 2. സാരി നമ്പർ 2 സെയിം കളർ തന്നെയാണ്, ഡിസൈൻ മാത്രമേ ഉള്ളൂ കേട്ടോ ഡിഫറെൻറ്റ്. ഇതാണ് മുന്താണി വരുന്നത്. എൻ്റെ ബ്ലൗസ് വരുമ്പോൾ ഇതേപോലെ ഒരു ഡിസൈൻ വരുന്ന ബ്ലൗസ്. 1480. അടുത്തത് വരുന്ന അതിൻ്റെ ഒരു ഡാർക്ക് പേർപ്പിൾ ടോൺ. നല്ല ലൈറ്റ് വെയിറ്റ് ആട്ടോ, നമുക്ക് പെട്ടെന്ന് എടുത്തുകൊണ്ട് പോകാനും ഒക്കെ നല്ല സാരിയാണ്. സാരി നമ്പർ 3. ഇതാണ് ബ്ലൗസ്, ഇങ്ങനെ പ്രിൻ്റഡ് ആയിട്ട് വരും. സാരി നമ്പർ 3. സാരി നമ്പർ 4 വരുമ്പോൾ ഒരു ഗ്രീനിഷ് ടോൺ, നല്ലൊരു റെയർ ആയിട്ടുള്ളൊരു ഗ്രീനിഷ് ടോൺ. സാരി നമ്പർ 4. മുന്താണി ഇങ്ങനെ വരും. ബ്ലൗസ് ഇങ്ങനെ സ്ട്രൈപ്സ് പാറ്റേണിൽ വരുന്ന ബ്ലൗസ്. സാരി നമ്പർ 4. സാരി നമ്പർ 5 നേവി ബ്ലൂ. സാരി നമ്പർ 5 നേവി ബ്ലൂ. സാരി നമ്പർ 5. ഇതാണ് ബ്ലൗസ്. സാരി നമ്പർ 5. സാരി നമ്പർ 6 നേവി ബ്ലൂവിൽ തന്നെ അടുത്ത ഡിസൈൻ. ബ്ലൗസിൻ്റെ ഡിസൈൻ ഇങ്ങനെ വരും. സാരി നമ്പർ 6. സാരി നമ്പർ 7. സെയിം റേറ്റ് തന്നെയല്ലേ. സാരി നമ്പർ 7. ഇത് ഇച്ചിരി വ്യത്യാസമുണ്ട്. ഇത് 1280 കേട്ടോ. ഇതുവരെ കാണിച്ചത് സെയിം. ഇത് 1280. ഇതിൻ്റെ ഇങ്ങനെയാട്ടോ വരുന്നത്. ഇതിപ്പോൾ നമ്മൾ ഇതിനകത്ത് ഇങ്ങനെ കാണുമ്പോൾ ഇടയ്ക്ക് കണ്ടോ ഇച്ചിരി ഡാർക്കും ലൈറ്റും ഒക്കെ ആയിട്ട് കണ്ടോ. ഇതിങ്ങനെ ഡാർക്ക് ലൈറ്റ് ഒക്കെ ആയിട്ട് കാണും കേട്ടോ. അതിൻ്റെ പാറ്റേൺ അങ്ങനെ തന്നെയാണ് കേട്ടോ. അതിനകത്ത് അത് ഡാമേജോ അല്ലെങ്കിൽ ഇതല്ല കണ്ടോ. ഇതിങ്ങനെ ബ്ലോക്ക് പ്രിൻറ്റിൽ ആ ഒരു കണ്ടോ ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ ഒരു ഡാർക്ക് ആൻഡ് ലൈറ്റ് വരുന്നത്, അതതിൻ്റെ പാറ്റേൺ അങ്ങനെയാണ് കേട്ടോ. അത് ഡാമേജോ അല്ലെങ്കിൽ കളറ് ഇങ്ങനെ പിടിച്ചിരിക്കുന്ന പോലെ തോന്നുക, അങ്ങനെ അതല്ല കേട്ടോ. ഇതാണ് അതിൻ്റെ മുന്താണി വരുന്നത്. ബ്ലൗസ് വരുമ്പോൾ ഇതാണ് ബ്ലൗസ് വരുന്നത്. ഇത് 1280. ഇതും സെയിം റേറ്റിൽ തന്നെയുള്ളത്. ഇതൊരു പിങ്കും റെഡും കൂടെയൊക്കെ ചേർന്ന ഒരു ഷെയ്ഡ്. ഇതാണ് മുന്താണി വരുന്നത്. ഇത് ബ്ലൗസ്.
1280. എനിക്ക് തോന്നുന്നു ഇതിനകത്തൊരു ഗ്രീൻ നമ്മൾ ഈ പാറ്റേൺ കാണിച്ചായിരുന്നു, അതും അപ്പോൾ 1280 സ്ക്രീൻഷോട്ട് ഇട്ട് ചോദിച്ചാൽ മതി കേട്ടോ. അതിനകത്ത് 2 റേറ്റ് ആയിരുന്നേ, നമ്മളത് ആദ്യം ശ്രദ്ധിച്ചില്ല. ഇതൊരു ചോക്ലേറ്റ് ബ്രൗൺ, ഇത് 1480. ചോക്ലേറ്റ് ബ്രൗൺ മുന്താണി ഇങ്ങനെ വരും. ഇതാണ് ബ്ലൗസ് വരുന്നത്, 1480. ഇതും ചോക്ലേറ്റ് ബ്രൗൺ തന്നെ, ഡിഫറെൻറ്റ് ഡിസൈൻ, 1480. ഇടയ്ക്ക് ഡിസൈൻ, ഇത് സാരി നമ്പർ 10 ആട്ടോ. കൺഫ്യൂഷൻ വന്നതുകൊണ്ട്, ഡിസൈനിൽ കൺഫ്യൂഷൻ വന്നതുകൊണ്ട് സാരി നമ്പർ പറഞ്ഞില്ല ഇടയ്ക്കല്ലേ. ഇത്രയും വേണം നമ്മുടെ ഇന്നത്തെ കോട്ട സാരീസിൻ്റെ കളക്ഷൻസ്. അപ്പോൾ 2 റേറ്റിൽ വന്നിട്ടുണ്ട്, 1480 ഉണ്ട്, 1280 ഉണ്ട് കേട്ടോ. അപ്പോൾ അതിനകത്ത് ഏതെങ്കിലും പീസസ് ഇഷ്ടപ്പെട്ടതുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് ഞങ്ങളുടെ വാട്സപ്പിലേക്ക് അയച്ചു തരിക. നമ്മൾ പോസ്റ്റായിട്ടോ കൊറിയറായിട്ടോ അയച്ചു തരുന്നതായിരിക്കും. പുതിയ പുതിയ കളക്ഷൻസുമായി നമ്മൾ വീണ്ടും കാണും. ടിൽ ദെൻ ബൈ, ടേക്ക് കെയർ. നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ പേര് എയിൻസ് ബൊട്ടീക്ക് എന്നാണ്. എയിൻസ് ബൊട്ടീക്കിലിടുന്ന എല്ലാ വീഡിയോസും അതിനകത്തിടുന്ന എല്ലാ പോസ്റ്റുകളും എങ്ങനെ നിങ്ങൾക്ക് കാണാൻ പറ്റും എന്നാണ് ഞാൻ ഇന്ന് കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ യൂട്യൂബ് എടുക്കുക, നമ്മുടെ ഫോണിൽ യൂട്യൂബിൻ്റെ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. യൂട്യൂബിൻ്റെ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് ഇവിടെ ഒരു സെർച്ച് ബട്ടൺ കൊടുത്തിട്ടുണ്ട്, അതായത് ഒരു കണ്ണാടിയുടെ ഷേപ്പിലുള്ള ഒരു സെർച്ച് ബട്ടൺ കൊടുത്തിട്ടുണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഇവിടെ നമുക്ക് ജസ്റ്റ് എയിൻസ് എന്ന് അടിച്ചു കൊടുത്താൽ മതി. എയിൻസ് എന്ന് അടിച്ചു കൊടുക്കുമ്പോൾ ഇവിടെ എയിൻസ് ബൊട്ടീക്ക് എന്ന് വരും. എയിൻസ് ബൊട്ടീക്കിൽ ക്ലിക്ക് ചെയ്തു. എയിൻസ് ബൊട്ടീക്കിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ജസ്റ്റ് എയിൻസ് എന്നുള്ള എംബ്ലത്തിലൊന്ന് ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ ഇവിടെ ഓൾറെഡി സബ്സ്ക്രൈബ്ഡ് എന്ന് കിടപ്പുണ്ട്. ആ സബ്സ്ക്രൈബ്ഡ് എന്ന് കിടക്കുന്നതിൻ്റെ ഇവിടെ ഒരു ആരോ മാർക്കുണ്ട്. ആരോ മാർക്കിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ ഓൾ എന്നുള്ള ഒരു ഓപ്ഷൻ വരും. ആ ഓൾ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിടുന്ന വീഡിയോസിൻ്റെ എല്ലാം നോട്ടിഫിക്കേഷൻസ് കറക്റ്റായിട്ട് കിട്ടും. പിന്നെ നമ്മൾ ഇനി അത് നമ്മൾ എങ്ങനെ എടുക്കണം, എങ്ങനെയാണ് ഈ നോട്ടിഫിക്കേഷൻ എവിടെയാണ് വരുന്നതെന്നുള്ളത്. അപ്പോൾ നമ്മൾ അത് ചെയ്ത് കഴിയുമ്പോൾ ഈ ഒരു ഹോം പേജിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ഈ ഹോം എന്നുള്ള ഇവിടെ ഒരു താഴെ കാണുന്ന ഐക്കണിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ മുകളിലൊരു ബെൽ ബട്ടൺ കാണും. ആ ബെൽ ബട്ടണിലൊന്ന് ക്ലിക്ക് ചെയ്താൽ നമുക്ക് കറക്റ്റായിട്ട് എയിൻസ് ബൊട്ടീക്ക് അപ്ലോഡഡ് ചുരിദാർ മെറ്റീരിയൽസ്, അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്താൽ കറക്റ്റായിട്ട് നമ്മൾ വീഡിയോസിലേക്ക് പോകാൻ പറ്റും. അപ്പോൾ ഇത്രയും ചെയ്താൽ നമുക്ക് കറക്റ്റായിട്ട് നമ്മളിടുന്ന വീഡിയോസിൻ്റെ എല്ലാം നോട്ടിഫിക്കേഷൻസ് കിട്ടും. അപ്പോൾ എല്ലാ വീഡിയോസും നമുക്ക് കാണാനായിട്ട് പറ്റും. താങ്ക്